കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് പ്രതീക്ഷയോടെ നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെയൊക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന തമ്പുരുമോൾക്ക് എങ്ങനെയാണ് സംസാരശേഷി നഷ്ടപ്പെട്ട ആ ഒരു വലിയ കഥയൊക്കെ ഉണ്ണിമോളോട് ഗിരിദേവനും വാവരും ലംബും ഒക്കെ ചേർന്നിട്ട് പറഞ്ഞു കൊടുക്കുവാണ്. അപ്പം ഗിരിദേവൻ പറഞ്ഞു, തമ്പുരുമോളുടെ അമ്മ നല്ലൊരു ഗായികയായിരുന്നു, പ്രശസ്തയായിരുന്നു. അവള് സ്വദേശത്തും വിദേശത്തും എല്ലാം അവരുടെ അമ്മ പാട്ടുകളൊക്കെ പാടിയിരുന്നു. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പുരുമോളെ ഒരു ഗായികയാക്കണം. അതുപോലെ തന്നെ തന്നെ പേരും പ്രശസ്തിയൊക്കെ അവർക്കും വേണം, അവൾക്കും വേണം. ആ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ തമ്പുരുമോളെ ഒരു ഗായികയാക്കാനായിട്ടുള്ള ആദ്യ പടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിയാലിറ്റി ഷോയിലൊക്കെ വരുവാണെങ്കിൽ അവൾക്ക് നല്ല പേരൊക്കെ കിട്ടുമല്ലോ, പ്രശസ്തിയൊക്കെ കിട്ടുമല്ലോ. അപ്പൊ ആദ്യ പടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരുന്നു. അങ്ങനെ കാത്തുകാത്തിരുന്ന ഒരു ഓഡീഷനുള്ള ഒരു അവസരം കിട്ടുവാണ്. അവസരം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അവള് ഓഡീഷന്റെ പാട്ട് അയച്ചു കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ പാട്ടൊക്കെ പിടിക്കാനായിട്ട് അവർ തെരഞ്ഞെടുത്ത ഒരു നല്ലൊരു കാടും മേടും ഒക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. അങ്ങനെ തമ്പുരുമോളെയും കൂടെ കൂട്ടിക്കൊണ്ട് അവരങ്ങോട്ട് പോവാണ്. തമ്പുരുവിന്റെ അച്ഛനും അമ്മയും കൂടെ പോവാണ്. ഈ സമയത്ത് അവിടെ ഒരു പഴയ ഒരു മനയുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വരുന്നവരെല്ലാം താമസിച്ചുകൊണ്ടിരുന്ന ആ മനയിലായിരുന്നു. ആ മനയിൽ കുറേ അധികം മുറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ മുറികൾ വരുന്ന ഓരോരുത്തർക്കും ഓരോ മുറികളൊക്കെ അവർ തുറന്നു കൊടുക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ മനയുടെ ഓണർ ഇപ്പൊ അവിടെ ഇല്ല, അവർ പുറത്താണ്. അതൊക്കെ നോക്കി നടത്തുന്ന ഒരു അച്ഛനും മോളും ചേർന്നിട്ടാണ്. അങ്ങനെ തമ്പുരുമോളും അച്ഛനും അമ്മയും കൂടെ നേരെ അങ്ങോട്ട് ചെല്ലുവാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് അവരെ വരവേൽക്കാനായിട്ട് ഇപ്പോഴത്തെ അതിന്റെ കെയർ ടേക്കർ ആയിട്ടുള്ള അയാളും അയാളുടെ മോളും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ രഘു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ബാ കയറുക സാറേ, സാറിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല മുറി തന്നെ ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത്. സാറ് ഞങ്ങൾക്ക് VIP അല്ലേന്ന് ചോദിക്കുകയാണ്. അപ്പൊ രഘുവിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നീട് രഘുവും തമ്പുരുമോളും അമ്മ എല്ലാം കയറുവാണ് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ആ മനയും കാര്യങ്ങളും എല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തമ്പുരുവിനാണെങ്കിലും രഘുവിനാണെങ്കിലും ഭാര്യയ്ക്കാണെങ്കിലും ഇഷ്ടപ്പെട്ടു. പിന്നെ തമ്പുരുവിന്റെ ഒരു പാട്ട് പിടിക്കുന്നുണ്ട്. ആ പാട്ട് പിടിക്കുന്ന അവിടെ വലിയൊരു ആറൊക്കെ ഉണ്ടായിരുന്നു. ആ ആറിന്റെ തീരത്ത് പോയിട്ട് തമ്പുരുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓഡീഷൻ അയച്ചു കൊടുക്കാൻ പറ്റിയൊരു പാട്ട്, അങ്ങനെ ആ പാട്ട് പിടിക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലായിരുന്നു തമ്പുരും അമ്മയും അച്ഛനും ഒക്കെ. ആ പാട്ടൊക്കെ പിടിച്ച് വീട്ടിലേക്ക് വരാൻ നേരത്ത് തമ്പുരുവിനോട് പറഞ്ഞു, ഇനി ഇത് നമ്മൾ എഡിറ്റ് ചെയ്യണം, 2 മിനിറ്റുള്ളൊരു ചെറിയ വീഡിയോ ആയിട്ട് വേണം അയച്ചു കൊടുക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്തോ ആ വീട്ടിലുണ്ടായിരുന്ന ആ വീടൊക്കെ നോക്കി നടക്കുന്ന അയാളുടെ മോൾ എന്ത് ചെയ്യുവാണ്, ആ റൂം അടിച്ചു വരാനായിട്ട് റൂമിലേക്ക് കയറുമായിരുന്നു. രഘുവിന്റെയും തമ്പുരിന്റെയും ഒക്കെ മുറിയിലേക്ക്. ആ മുറിയൊക്കെ ഇങ്ങനെ അടിച്ചു വാരി ക്ലീൻ ചെയ്യുന്ന സമയത്താണ് രഘുവിന്റെ വലിയ ബാഗ് അവിടെ ഇരിക്കുന്നത്. ആ ബാഗ് ഇരിക്കുന്നത് കണ്ടപ്പോഴത്തേനും അവൾക്കൊരു ആകാംക്ഷ. അവൾ എന്ത് ചെയ്യുവാണ്, അത് പോയി അങ്ങോട്ട് തുറക്കുവാണ്. തുറന്നു നോക്കി കഴിയുമ്പോഴത്തേനും അതിനകത്ത് കുറെ ഡ്രസ്സൊക്കെ ഇരിക്കുന്നത് കണ്ടേ. ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്ന് ഓർത്ത് പിന്നെ നോക്കി കഴിയുമ്പോഴത്തേനും അതിനകത്തൊരു ബാഗ് ഇരിക്കുന്നത് കണ്ടു. അപ്പൊ ഈ സമയത്ത് രഘു അങ്ങോട്ട് വന്ന സമയത്ത് രഘുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നു. സത്യജിത്ത് ആയിരുന്നു വിളിച്ചേ. സത്യജിത്ത് എന്ന് പറഞ്ഞ അയാൾ വിളിച്ചിട്ട് രഘുവിനോട് പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞ സാധനം ഞാൻ കൊണ്ടുവന്നിട്ട് സത്യജിത്തെ ഇങ്ങോട്ട് വന്നാൽ മതി, ഇവിടെ ഒന്ന് കളക്ട് ചെയ്യാന്നൊക്കെ സത്യജിത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ബാഗിനകത്ത് സത്യജിത്തിന് കൊടുക്കാനുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ ആ ബാഗ് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് സ്വർണ്ണ ബിസ്ക്കറ്റാ മൊത്തം ഇരിക്കുന്നുണ്ട്. രഘുവിന് ഗോൾഡിന്റെ ബിസിനസ് ആണല്ലോ. ഗോൾഡ് കൊടുക്കുന്ന സ്വർണ്ണ ജ്വല്ലറിക്കാർക്ക് ഗോൾഡ് കൊടുക്കുന്ന രഘുവായിരുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ ജ്വല്ലറിക്കാരന് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഗോൾഡായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഇത് കണ്ടത് അവളുടെ കണ്ണു മഞ്ഞളിച്ചു. അവൾ എന്ത് ചെയ്യുവാണ്, അപ്പൊ അതൊക്കെ ചൂലൊക്കെ അവിടെ ഇട്ടിട്ട് ആ ഗോൾഡ് എടുക്കുവാണ്. ആ ഗോൾഡ് എടുത്ത് പെട്ടി അതേപടി സ്ഥാനത്ത് വെച്ചിട്ട് അവൾ ആ ഗോൾഡും കൊണ്ട് ഇറങ്ങി പോവാ. ഇതൊന്നും അറിയത്തില്ലാതെ രഘുവും തമ്പുരുവൊക്കെ അങ്ങോട്ട് കയറി വരുന്നത്. ഈ സമയത്ത് സത്യജിത്ത് അങ്ങോട്ട് വന്നു. സത്യജിത്തിനെ കണ്ടപ്പോൾ പറഞ്ഞു, അതെ ഞങ്ങൾ മോൾക്കൊരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു, ഒരു ഓഡീഷന് അയച്ചു കൊടുക്കാനായിട്ട് അവളുടെ പാട്ട് കുറച്ച് സെലക്ട് ചെയ്യണമായിരുന്നു. അപ്പൊ അതൊക്കെ PDS ഒക്കെ പിടിക്കാൻ പോയതാ. അതെ വാ ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞ് സത്യജിത്തിനെയും കൂട്ടി അകത്തേക്ക് അങ്ങോട്ട് കയറുവാണ്. അകത്തേക്ക് കയറി മുറിയിലേക്ക് ചെന്ന് ആ ബാഗ് തുറന്നു പോയി കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് ആ ചെറിയ ബാഗ് ഇല്ല. അവിടെ എല്ലാം സെർച്ച് ചെയ്തിട്ട് കാണുന്നില്ല. പെട്ടെന്ന് തമ്പുരിന്റെ അമ്മയോട് ചതിച്ചെന്ന് തോന്നേ, അതിവിടെ കാണുന്നില്ലോ എന്ന് പറയാണ്. ഈ സമയത്താണ് ആ വീടൊക്കെ നോക്കി നടക്കുന്ന അയാളും അയാളുടെ മോളും കൂടി അങ്ങോട്ട് വന്നേ. രഘു പറഞ്ഞു, ഇവിടെ വേറെ വല്ല ഗസ്റ്റ് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുക. ഇല്ല സാറേ, ഇവിടെ ഗസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അല്ല എന്ത് പറ്റി സാറേ എന്ന് ചോദിക്കണം. അയാൾക്ക് അറിയത്തില്ല അയാളുടെ മോള് ചെയ്ത ഈ തെമ്മാടിത്തരം. അല്ല എന്റെ ബാഗിനകത്ത് ഇനി വില പിടിച്ച് കുറെ സാധനങ്ങൾ കാണാതെ പോയെന്ന്. എന്ത് സാധനം സാറേ? ഇതിനകത്ത് വെച്ചിരുന്ന സ്വർണം കാണാനില്ല, അതെനിക്ക് ഈ ജ്വല്ലറിക്കാരന് കൊടുക്കാനുള്ളായിരുന്നു എന്ന് പറയണം. സാറേ ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറയണം. അല്ല ഇവിടെ വേറെ ഗസ്റ്റ് ഒന്നും ഇല്ലെന്നല്ല പറഞ്ഞേ. അപ്പൊ പിന്നെ അത് നിങ്ങൾ തന്നെ എടുത്തേന്ന് പറയണം. സാറേ
സാറിന് തെറ്റിപ്പോയതാ. സാറ് വീട്ടിൽ വെച്ച് അങ്ങനെ മറന്നു കാണും. ഇല്ല, ഞാൻ പോരാൻ നേരത്തെ എന്നെ സത്യജിത്ത് വിളിച്ചത്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് എടുത്തു വെച്ചാ. എന്നാ പോരുന്ന വഴിക്കെങ്ങാനും ഇവിടെ പോരുന്ന വഴിക്ക് ഞങ്ങൾ ഒരിടത്തും കയറിയിട്ടില്ല. പിന്നെ എങ്ങനെയാ അത് മറന്നു വെക്കുന്നേ? ഉറപ്പായിട്ട് അത് ബാഗിനകത്തുണ്ടായിരുന്നു. സത്യം പറഞ്ഞെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തമ്പുരിന്റെ അമ്മ പറഞ്ഞൊരു കാര്യം, നമുക്ക് പോലീസിനെ വിളിക്കാന്ന് പറയാം. എന്തിനു പോലീസിനെ വിളിക്കുന്നേ? പോലീസൊക്കെ വരുമ്പോഴത്തേനും ആ സാധനം എത്തേണ്ടത് എത്തിയിരിക്കും. അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. വാ, നമുക്ക് ഇവിടെ എല്ലാം നോക്കാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ വേണ്ട സാറേ, ഞങ്ങൾ എടുത്തിട്ടില്ല, താൻ അങ്ങോട്ട് മാറി നിൽക്കാനും പറഞ്ഞുകൊണ്ട് രഘു അയാളെ തള്ളി മാറ്റിയിട്ട് അവിടെയൊക്കെ നോക്കുവാണ്. അങ്ങനെ എല്ലാ മുറികളും നോക്കി, അവിടെ എങ്ങും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഉണ്ണിമോള് ഗിരിദേവനോട് ചോദിക്കുവാണ്, അല്ല അത് പിന്നെ കിട്ടിയില്ലേ ഗിരിദേവ, പിന്നീട് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുകയാണ്. ഗിരിദേവൻ പറഞ്ഞു, അവിടെ മുറികളായ മുറികളെല്ലാം അവർ തെരഞ്ഞു നോക്കി, പക്ഷെ ഒരിടത്തും കാണാൻ പറ്റില്ല. അവസാനം ഒരു അടഞ്ഞു കിടക്കുന്ന മുറിയുടെ വാതിക്കലേക്ക് അവർ ചെല്ലുവാണ്. ഇത് കേട്ടപ്പം ഉണ്ണിമോൾ ചോദിച്ചു, അതേത് മുറി? ആ സമയത്ത് ലെമ്പു പറയണം, ആ മുറിയോ, അതൊരു വിശേഷപ്പെട്ട മുറിയായിരുന്നു. പിന്നീട് കാണിക്കുന്ന ഒരു വലിയ മുറിയുടെ മുന്നിൽ രഘുവും സത്യജിത്തും എല്ലാം കൂടെ നിൽക്കുകയാണ്. അപ്പൊ രഘു പറഞ്ഞു, ഈ മുറി എന്താ അടച്ചിട്ടിരിക്കുന്നു ചോദിക്കുകയാണ്. സാറേ, ഈ മുറി തുറക്കാറില്ല. പണ്ടത്തെ കാരണവന്മാരുടെ എല്ലാ സ്വത്തുക്കളും ഇതിനകത്ത് വെച്ച് അടച്ചിരിക്കുന്നതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഈ മുറി ആർക്കു വേണ്ടിയും തുറക്കാറില്ല, ഇന്ന് വരെ തുറന്നിട്ടില്ലെന്ന് പറയാണ്. ഓഹോ, അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ കളിയല്ലേ? നിങ്ങൾ ഇവിടുന്ന് അടിച്ചു മാറ്റിയ സ്വർണ്ണമല്ലേ ഇതിനകത്ത് അകത്താക്കി വെച്ചേക്കുക. എന്നിട്ട് അത് ആരും അന്വേഷിച്ചല്ലായിരിക്കാൻ വേണ്ടി, മുറി തുറക്കാതിരിക്കാൻ വേണ്ടി ഒരു കള്ളക്കഥകൾ പറഞ്ഞേക്കുമല്ലേന്ന് ചോദിക്കുകയാണ്. സാറേ, സത്യമായിട്ടുള്ള കാര്യമാ ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഈ മുറി തുറക്കാറില്ല. ഇത് മുറി തുറന്നാൽ അപകടം ഉണ്ടാകുന്ന പറയണേ. അതുകൊണ്ട് ആരും തുറക്കില്ലെന്ന് പറയണേ. അങ്ങോട്ട് മാറി നിൽക്കടോ എന്നും പറഞ്ഞുകൊണ്ട് ആ മുറി തള്ളി തുറക്കാൻ നോക്കുകയാണ്. ഈ സമയത്ത് അയാൾ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും രഘു കേട്ടില്ല. അപ്പൊ തമ്പുരിന്റെ അമ്മ പറഞ്ഞു, വേണ്ട രഘുവേട്ടാ, നമുക്ക് പോകാം, നമുക്ക് തിരിച്ചു പോവാം, അല്ലെങ്കിൽ പോലീസിനോട് കംപ്ലൈന്റ് ചെയ്യാന്ന് പറയാം. വേണ്ട, എന്റെ സാധനം കൊണ്ടേ ഞാൻ പോവുള്ളൂ. അങ്ങനെ ഇവർക്ക് അത് വിട്ടുകൊടുത്തിട്ട് പോകാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്തേക്ക് അവിടെ മുറി തുറന്ന് അങ്ങോട്ട് കയറുവാണ്. മുറി തുറന്ന് കയറിയിട്ട് അവിടെ എല്ലാം നോക്കി കഴിയുമ്പോഴത്തേനും ഒരിടത്തും കണ്ടില്ല. അപ്പൊ ഒരു കുടം ഇങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു. ആ കുടത്തിനകത്തുനിന്ന് ഒരു സ്വർണത്തിന്റെ ഒരു ചെറിയ വട്ടത്തിലുള്ള ഒരു കോയിൻ പോലെ ഒരു സംഭവം, അത് തമ്പുരുമോളുടെ തലയിലേക്ക് വന്നിങ്ങനെ വീഴുവാണ്. ആ ക്ലിപ്പ് കുത്തിയിരിക്കുന്ന അതിനകത്ത് വന്നിങ്ങനെ അത് ഇരുന്നു. പക്ഷെ തമ്പുരു അറിഞ്ഞില്ലത്. തമ്പുരുവിന്റെ അച്ഛനായ രഘുവോ അമ്മയോ അവരാരും പറഞ്ഞില്ല ആ സംഭവം തമ്പുരുവിന് തലേ വന്ന കാര്യം. പിന്നീട് അവിടെയും കാണാത്തപ്പം പറഞ്ഞു, ഇവിടെയെങ്ങും ഇല്ല, നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങടെ മുറിക്കകത്തുനിന്ന് ഇറങ്ങുവാണ്. ഇറങ്ങിക്കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഇനിയിപ്പം നിങ്ങളെ എന്ത് ചെയ്യണം ഞങ്ങൾക്ക് അറിയാന്ന് പറയാണ്. ഈ സമയത്ത് ഗിരിദേവനോട് ഉണ്ണിമോള് ചോദിച്ചു, പിന്നീട് എന്താ സംഭവിച്ചേ? അല്ല, ആ തലയിൽ ആ സാധനം വന്നിരുന്ന അവരാരും അറിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. ഇല്ല, ആ തമ്പുരിന്റെ അച്ഛനും അമ്മയും ഒന്നും അറിഞ്ഞില്ല. പക്ഷെ അവിടെ നിധി കാക്കുന്ന, നിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള സാധനങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കാനായിട്ട് ഒരു രക്ഷസ് ഉണ്ടായിരുന്നു. പിന്നീട് ആ മുറിയെക്കുറിച്ചുള്ള കഥകളൊക്കെയാണ് ഗിരിദേവൻ ഉണ്ണിമോളോട് പറയുന്നത്. ആ മുറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിശേഷപ്പെട്ട മുറിയായിരുന്നു. ആ മുറിയിലെ പണ്ടുള്ള കാരണന്മാര് തേവാരപ്പുര എന്നാ വിളിച്ചോണ്ടിരുന്നത്. കാരണം അവിടുത്തെ അവര് ഉപവസിച്ചുകൊണ്ടിരുന്ന മൂർത്തിക്ക് അവര് വിളക്ക് വെച്ചിരുന്ന ആ മുറിയിലായിരുന്നു. പിന്നീട് അവരുടെ കാലശേഷം എന്ത് ചെയ്യുവാണ്, ആ മുറിയിലേക്ക് അവരുടെ എല്ലാ സാധനങ്ങളും വസ്തുവകളെല്ലാം ആ മുറിക്കകത്ത് തന്നെ വെച്ച് അവര് പൂട്ടുകയോ ചെയ്തേ. പക്ഷെ പിന്നീടുള്ള ആൾക്കാർക്ക് ആ മുറിയുടെ പ്രത്യേകതയോ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയാൻ താല്പര്യമില്ലായിരുന്നു. അവരറിഞ്ഞുമില്ല, അവരത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്തില്ല. ആ മനയൊക്കെ വിപുലീകരിച്ചെങ്കിലും അതിന് പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനായിട്ട് അവര് തയ്യാറായില്ല. അവർക്ക് അറിയത്തില്ലായിരുന്നു ആ മുറിയിലുണ്ടായ വിലപിടിച്ച വസ്തുക്കളെ കുറിച്ചൊന്നും. പക്ഷെങ്കിൽ പണ്ടുള്ള കാരണന്മാർക്കറിയായിരുന്നു അത് എത്ര വിലപിടിച്ച വസ്തുക്കൾ ആ മുറിക്കകത്താൻ ഉണ്ടായിരുന്നേന്ന്. അതുകൊണ്ട് അവരെന്താ ചെയ്തേ, അവർ ആ നിധികളൊക്കെ കാത്തു സൂക്ഷിക്കാനായിട്ട് ഒരു ബ്രഹ്മരക്ഷസിനെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ബ്രഹ്മരക്ഷസിന്റെ പേരാണ് വിഷ്ണു ശർമ്മൻ എന്ന് പറയാണ്. ഇത് കേട്ടത് ഉണ്ണിമോൾക്ക് അത്ഭുതമായി. ബ്രഹ്മരക്ഷസോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചോദിക്കണം. അതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ണിമോളെ എന്ന് പറയാണ്. പിന്നീട് ഗിരിദേവൻ ആ കഥയും കൂടെ പറയാണ്. അങ്ങനെ മുറി തുറന്ന് പുറത്തിറങ്ങിയ കഴിഞ്ഞപ്പോഴത്തേനും ആ മുറിയുടെ കെയർടേക്കറായ ആൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അയാൾ പറഞ്ഞു, സാറേ ചെയ്ത് ചതിയാണ്, എന്നാലും ഇതിങ്ങനെ ഇനിയിപ്പോ എന്തൊക്കെ ആപത്തുകളാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. മുറി തുറന്നതിന് താഴ്ന്ന് മിണ്ടായിടും, പോലീസിനെ വിളിക്കാൻ പോവാ, പോലീസ് വരട്ടെ, പോലീസ് ഒന്ന് കാര്യങ്ങളൊക്കെ തീരുമാനിക്കട്ടെ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സത്യജിത്ത് പറഞ്ഞു, വേണ്ട രഘു, പോലീസിനെ വിളിക്കണ്ട. അതെന്താ, പോലീസിനെ വിളിച്ചിട്ട് നമ്മൾ ഇനി ഇവിടെ വെച്ചുള്ള കള്ളക്കടത്ത് സ്വർണം കൈമാറാൻ ശ്രമിച്ചെന്നാവും നാളെ പത്രത്തിലൊക്കെ വരിക. അത് വേണ്ട, അതെന്റെ ജൂവലറി, ഞാൻ ജൂവലറി ആയിട്ട് ഇരിക്കുമല്ലോ, എന്നെ ബാധിക്കും, എന്റെ വ്യാപാരത്തേക്ക് അത് ബാധിക്കും, അത് വേണ്ടാന്ന് പറയാണ്. ഈ നഷ്ടം ഞാൻ അങ്ങ് സഹിച്ചോളാം, ലക്ഷങ്ങൾ നഷ്ടമല്ലേ, അത് കുഴപ്പമില്ലെന്ന് പറയാം. ഇത് കേട്ട രഘു പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ നഷ്ടമായത്ര സ്വർണം നാളെ ഞാൻ ജൂവലറി എത്തിച്ചോളാം, ഈ നഷ്ടം ഞാൻ അങ്ങോട്ട് സഹിച്ചു,
ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പുരുവിന്റെ അമ്മ പറഞ്ഞു നമുക്ക് പോകാം, നമുക്ക് എത്രയും പെട്ടെന്ന് പോകാന്ന് പറഞ്ഞു. തമ്പുരും പറഞ്ഞു വാ അച്ഛാ, ഇനി നമുക്ക് ഒരു നിമിഷം വരെ ഇവിടെ നിൽക്കേണ്ട, പോകാന്ന് പറഞ്ഞ് അവരങ്ങോട്ട് പോവാണ്. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ കെയർടേക്കർ അയാൾ പറഞ്ഞു, മോളോട് പറഞ്ഞു, എന്നാലും ആ സ്വർണം ആരായിരിക്കും അടിച്ചു മാറ്റിയത്, ദൈവമേ ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല എന്ന് പറയണം. മോള് പറഞ്ഞു അച്ഛാ കള്ളം കപ്പലിൽ തന്നെയാന്ന് പറയണം. എന്താ മോളെ നീ പറഞ്ഞേ, എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറയണം. അച്ഛാ ആ സ്വർണം എടുത്ത ഞാനാ, അല്ലേലും എത്ര കാലം എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും 500 1000 ഒക്കെ അടിച്ചു മാറ്റി ഇങ്ങനെ ജീവിക്കുന്നേ, നമുക്കും ജീവിക്കണ്ടേ. അതും കൂടെ നമുക്ക് സുഖമായിട്ട് നമുക്ക് ഒരു 10 വർഷക്കാലം ജീവിക്കാം, ഉല്ലസിച്ച് ജീവിക്കാന്ന് പറയും. എന്നാലും മോളെ നീ എന്റെ അച്ഛ എന്ത് സംഭവിക്കാനാ, അതിന്റെ പേരിലല്ലേ ഈ മുറി തുറന്നേ, ഇതിന്റെ പേരിൽ ഇനി ഇപ്പം നമ്മളോട് ദൈവങ്ങൾ കോപിച്ചാലോ. എന്തോ കോപിക്കാനായിട്ട്, മുറി തുറന്ന് നമ്മളല്ലല്ലോ, അയാളല്ലേ മുറി തുറന്നത്, പിന്നെ നമ്മൾ എന്തിനാ പേടിക്കണേന്ന് പറയാണ്. ഈ സമയത്ത് ബ്രഹ്മരക്ഷസ് വാതിൽ തുറന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരുവാണ്. വിഷ്ണു ശർമ്മൻ അതിന്റെ വിശേഷങ്ങളാ നമ്മളിത് കണ്ടത്. അപ്പൊ ഇനി വന്നിട്ട് ഇനിയിപ്പൊ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്, ഇനിയിപ്പോ തമ്പുരുവിന്റെ ശബ്ദം പോയത് എങ്ങനെയാണ്, അപ്പൊ ആ ഒരു സംഭവമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ ആ തമ്പുരുമോളുടെ തലയെഴുന്ന ആ സാധനം അത് ചോദിച്ചുകൊണ്ടാണ് വിഷ്ണു ശർമ്മൻ തമ്പുരുമോളുടെ പുറകെ വരുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.